എത്രയായി? 200. എത്ര നേരെ ഞാൻ കാത്തിരിക്കുകയാണെന്നറിയോ? നീ എന്തെത്ര വൈകിയേ? വക്കീലിനെ കണ്ടു കഴിഞ്ഞ അപ്പൊ തന്നെ എന്നെ വിളിച്ച് കാര്യം പറയൂന്ന് ഞാൻ കരുതിയേ. വിളിച്ചിട്ടാണെങ്കിൽ നീ എടുത്ത് എല്ലാം നേരിട്ട് പറയാന്ന് പറയുകയും ചെയ്തു. എന്തായി ആ ഹർജിയുടെ കാര്യം? പ്രണവിനെ കണ്ടുപിടിക്കണമെന്നുള്ള ഓർഡർ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലീസ് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങും. പിന്നെ CKCക്ക് വേണ്ടിയുള്ള അടിമപ്പണി എടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. പ്രണവിനെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അമ്മേ, അതിലൊരു കുഴപ്പമുണ്ട്. കുഴപ്പോ? എന്തു കുഴപ്പം? ഹൈക്കോടതിയില് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റില്ലെന്നോ? എന്താ കാര്യം? ചില ഡോക്യുമെന്റ്സ് എടുക്കാനായി ഞങ്ങൾ ഇവിടുത്തെ കോടതിയിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഒരു സംഭവം ഉണ്ടായി. ഇത് ഹേബിയസ് കോർപ്പസ് ഹർജിയല്ല, പ്രണവിനുള്ള മരണ വാറണ്ടാണ്. ഈ ജ്യോതിർമയി CKCയെക്കാളും വൃത്തികെട്ടവളാണെന്ന് തോന്നുന്നല്ലോ. പ്രണവിനെ നമ്മൾ കണ്ടെത്താതിരിക്കാൻ CKCയും ജ്യോതിർമയും ഏതറ്റം വരെയും പോകും, അതെനിക്കറിയാം. പക്ഷെ പ്രണവിന്റെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കളിക്ക് മുതിരുന്നത് ബുദ്ധിയാവില്ല. CKCയും ജ്യോതിർമയും കണ്ണിച്ചോരയില്ലാത്തവര്. മനുഷ്യജീവന് പുല്ലുവില അവർ കൽപ്പിക്കുന്നത്. തോറ്റുപോകുമെന്ന് തോന്നിയാൽ ചിലപ്പോ അവര് നമ്മുടെ പ്രണവിനെ ഇല്ലാതാക്കി കളയും. പ്രണവിനൊരാപത്ത് വരുത്തി വെച്ചിട്ട് ആ പഴി കൂടി ഗൗതമിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് CKCയും ജ്യോതിർമയും നിസ്സാരമായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകും. ഗൗതം ആജീവനാന്തം ജയിലിലേക്ക് പോവുകയും ചെയ്യും. CKCയും ജ്യോതിർമയെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തും ചെയ്തോളെ. പ്രണവനും ഗൗതമനും ഒരാപത്തും വരാതെ തിരികെ ഈ വീട്ടിലേക്ക് എനിക്ക് കൊണ്ടുവരണം. അതാ എന്റെ ആഗ്രഹം. പ്രണവിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു വഴിയായിരുന്നല്ലോ ഈ ഹർജി. അതിലവര് മണ്ണ് വാരിയിട്ടല്ലോ മോളെ. ഇനിയിപ്പോ സമയമില്ല. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ വരുന്ന വഴിക്ക് ACP മഹേഷ് സാറിന്റെ ഓഫീസിൽ വീണ്ടും കയറി നോക്കിയായിരുന്നു. സാറുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സഹായിച്ചേന്. ആ സാർ ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഇല്ലെന്നേ. വിദേശത്ത് എന്തോ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായിട്ട് പോയേക്കുവാണെന്നാ ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. ഇന്ന് വരുമെന്ന് ഒരു ധാരണയില്ല ആർക്കും. ഞാൻ ഹേബിയസ് കോർപ്പസ് ഹർജി മൂവ് ചെയ്യുന്നു വിവരം ജ്യോതിർമയി എങ്ങനെ അറിഞ്ഞൂന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ വിവരം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വക്കീലിനോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ആരോടെങ്കിലും മോള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലമ്മേ. പക്ഷെ എല്ലാം മുൻകൂട്ടി അറിഞ്ഞ പോലെയാ ജ്യോതിർമയി എന്നോട് സംസാരിച്ചത്. എങ്കിൽ ഇനി സംശയിക്കാൻ ഒന്നുമില്ല. ഈ കപ്പലിലെ സ്ഥിരം കള്ളി തന്നെയായിരിക്കും ഇതിന്റെയും പിന്നിൽ. നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം ജ്യോതിർമയി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചോർത്തി കൊടുത്തത് വസുന്ധര തന്നെയാണ്. വക്കീൽ ഓഫീസിൽ നിന്ന് എന്തായാലും വിവരം പുറത്തു പോവില്ല, സംശയിക്കണ്ട. വസുന്ധരാന്റെ തന്നെയാ ഈ ചതി ചെയ്തത്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ പ്രണവും ഗൗതമും തിരികെ വരാതിരിക്കാൻ അവളെ വൃത്തികേട് കാണിക്കുന്നത്? അവള് മോളിലുണ്ട്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. 2 വർത്തമാനം പറഞ്ഞിട്ട് എന്നെ കാര്യം. അയ്യോ അമ്മേ, വേണ്ട, നിക്ക്. നീ എന്നെ വിട്ടെ. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ വീട്ടിലെ മക്കൾക്കെതിരെ തന്നെ പ്രവർത്തിക്കാന്ന് പറഞ്ഞാലേ അത് ശരിയായ കാര്യമല്ല. എനിക്കത് ചോദിക്കണം. അമ്മ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഇപ്പൊ ചെന്ന് വസുന്ധരാന്റിയോട് വഴക്കടിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഒരു പ്രയോജനവും ഇല്ല. ഇനി മുതൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. വസുന്ധരാന്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കിയിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാവൂ. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിപ്പോ ക്ഷമിക്കുന്നത്. എന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു ദിവസം ഈ പാർവതി ആരാണെന്ന് വസുന്ധര അറിയും. നോക്കിക്കോ. നമ്മളൊരു നല്ല ഉദ്ദേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഒരിക്കൽ തോറ്റൂന്ന് കരുതി എല്ലാ കാലവും നമ്മൾ തോൽക്കില്ല. കോടതി തന്ന കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ പ്രണവിനെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുക തന്നെ ചെയ്യും. ഗൗതമിനെ പുറത്തിറക്കുകയും ചെയ്യും, ഉറപ്പ്. പവിത്രന്റെ കാര്യം അറിഞ്ഞിട്ടും ഞാനായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നത് മോശം. ആ നിധി എങ്ങാനും പുറത്തുനിന്ന് കണ്ടുപിടിക്കുകയും അതുവഴി പ്രണവിലെത്തുകയും ചെയ്താൽ അത് കുഴപ്പമാവും. പിന്നെ കളി കയ്യിന്ന് പോവും.
നീതി അവനെ കണ്ടുപിടിക്കും മുന്നേ എനിക്ക് അവനെ വേണം. ഹലോ മാഡം, എന്തു പറ്റി? എൻ്റെ ആവശ്യം വല്ലതുണ്ടോ? ആ, ഒരു ചെറിയ ആവശ്യം. ഞാൻ മണിയുടെ ഫോണിലേക്ക് ഒരാളുടെ ഫോട്ടോ അയച്ചുതരാം. പേര് പവിത്രൻ. പവിത്രൻ? ആൾക്ക് നിങ്ങളുടെ പണി തന്നെയാ. അത്യാവശ്യം കൊട്ടേഷൻ പണികളും ഉണ്ട്. കേട്ടിട്ടുണ്ടോ ഈ പവിത്രൻ എന്ന് പറഞ്ഞ ആളെ കുറിച്ച്? ഇത് പുതിയ ഏതോ കളിക്കാരനാണെന്ന് തോന്നുന്നു. കളത്തിൽ ഇറങ്ങി കാണുകയുള്ളൂ. പേര് കേട്ടിട്ട് വലിയ പരിചയം തോന്നില്ല. ആ, എന്തായാലും ഞാൻ അയാളുടെ ഫോട്ടോ അയച്ചു തരാം. അവൻ ആളാരാണെന്നും വീട് എവിടെയാണെന്നും തുടങ്ങി അവന്റെ ഫുൾ ഡീറ്റെയിൽസും എനിക്ക് വേണം. വിതിൻ 24 hours. മാഡം എൻ്റെ ഫോട്ടോ അയച്ചതാ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പുതിയൊരുത്തൻ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറൊന്നും വേണ്ട. 4 മണിക്കൂറിനകം ഞാൻ പൊക്കിത്തരാം. ഓക്കെ മണി, ഞാൻ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാം. ഓക്കെ മാഡം. പവിത്രൻ കൊള്ളാലോ ഐറ്റം. എന്നെ മറികടന്ന് അതിനി ആരായാലും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പതുക്കെ പതുക്കെ എല്ലാം എന്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കണം. പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. എടാ, ചോറും നല്ല മീൻകറിയും ഉണ്ട്. എടുത്ത് കഴുകി. എനിക്കൊരു കുന്തോ വേണ്ട, എടുത്തോട്ട് പോണോ? അത് കൊള്ളാം. ഒരു നേരം പോലും പട്ടിണി കിട്ടരുതെന്നാ ബോസ് പറഞ്ഞേക്കുന്നത്. ബോസോ? ആരാ നിന്റെ ബോസ്? ആ ഗൗതമല്ലേ? സ്വത്തിന് വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് തീറ്റി പോറ്റല്ലേ അവൻ? അവന്റെ പണം കൊണ്ടല്ലേ നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നേ? എനിക്ക് വേണ്ട. നീ വേണേ എടുത്ത് തിന്നോ. ചേർക്ക, ഇതെടുത്ത് കഴിക്കാൻ നോക്ക്. വെറുതെ പട്ടിണി കിടന്ന് ചാവണ്ട. ഗൗതം സാർ എപ്പോ കൊല്ലാൻ പറയുന്നോ അപ്പൊ ഞങ്ങൾ വന്നോളാം. തീറ്റ തന്ന് വളർത്തുന്ന ഇറച്ചിക്കോഴിയല്ലേ നീ? എനിക്ക് വേണ്ട പറഞ്ഞില്ലേ? ഒന്നം തട്ടി തെറിപ്പിന്നോടാ. ഇതെന്താ എന്നെ വിളിക്കുന്നത്? ആരാടാ വിളിക്കുന്നത്? അണ്ണാ, ലേഡി ബോസ് ആണ്. നീ ഫോണിങ്ങിതാ, ഇവനെ കെട്ടിയിട്ടേക്ക്. ഹലോ നിധി മാഡം.